ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് 12th ഫെയിൽ എന്ന് പറയുന്ന ഒരു ബയോപിക് സിനിമയെ കുറിച്ചിട്ടാണ്. ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഹിന്ദി സിനിമകൾ കാണുന്നവർ എസ്പെഷ്യലി എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും ഈ ഒരു സിനിമയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ. പക്ഷെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് ഇറങ്ങിയിട്ടിപ്പോൾ ഒരു കുറച്ച് ദിവസമായി. ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. പക്ഷേ മലയാളത്തിലൊന്നും ഇല്ല. മലയാളത്തിൽ അല്ലെങ്കിൽ തമിഴ് ഡബ്ബിങ്ങോ അങ്ങനെയൊന്നും ഇല്ല. ഓൺലി ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ അത് ഭയങ്കര ഒരു സങ്കടമായിട്ട് തോന്നി. കാരണം ഇത് ബാക്കി ഭാഷ അറിയാത്തവർക്കൊക്കെ ഇതൊരു കാണേണ്ട ഒരു സംഭവമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അത് വേറൊരു ഡബ്ഡ് വേർഷനിലൊന്നും ഇറക്കാത്തത് വലിയൊരു സങ്കടം ഉളവാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. സിനിമയിലേക്ക് വരുന്ന സമയത്ത് വിധു വിനോദ് ചോപ്ര ആളാണ് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യമേ പറയുന്നത് ഇതൊരു ബയോപിക് സിനിമയാണ്. ഹിന്ദിയിൽ നിന്ന് ആദ്യമായിട്ടും നല്ലൊരു ബയോപിക് വരുന്നത്. റീസെന്റ് കാലഘട്ടത്തിൽ ഒരുപാട് ബയോപിക്കുകൾ ഇറക്കിയിരിക്കുന്നത് ഹിന്ദി സിനിമയെന്നാണ്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള റീസെന്റ് ബയോപിക്കുകളിൽ ഒന്ന് ധോണി അൺടോൾഡ് സ്റ്റോറി, അതുപോലെ തന്നെ സച്ചിന്റെ ഒരു ബയോപിക്, ഒരു ഡോക്യുമെന്ററി പോലെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രണ്ടെണ്ണം അതിഗംഭീരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ്. ഒപ്പം തന്നെ വേറൊരു ഹൃത്തിക് റോഷന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, സൂപ്പർ 30 എന്ന് പറയുന്ന ഒരു സിനിമ, ഒരു മാത്തമാറ്റീഷ്യന്റെ ഒരു സിനിമ. ആ ഒരു സിനിമയും വളരെ ഇഷ്ടപ്പെട്ട പേഴ്സണൽ ഫേവറേറ്റ്സുകളാണ് ഈ പറഞ്ഞ 3 സിനിമകളൊക്കെ. സോ അക്കൂട്ടത്തിലേക്ക് ചേർത്ത് വെക്കാവുന്ന ഒരു ഗംഭീര സിനിമയാണ് 12th ഫെയിൽ എന്ന് പറയുന്ന ഈ ഒരു സിനിമ കാണുമ്പോൾ തന്നെ നമുക്കറിയാം തുടങ്ങുന്നത് എങ്ങനെയാണ്, അവസാനിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഇതിനിടയ്ക്കൊരു പ്രോസസ്സ് ഉണ്ട്. ഈ ഒരു ഇമോഷൻ, ഇയാൾ UPSC എക്സാം പാസ്സാവുന്നതിനിടയ്ക്കുള്ളൊരു ഇമോഷൻ ഉണ്ട്. നമ്മുടെ നായകൻ മനോജ് ഈ ഒരു UPSC എക്സാം ക്രാക്ക് ചെയ്യുന്നതിനിടയ്ക്കുള്ളൊരു ടൈമുണ്ട്. ആ ഒരു ടൈമിനുള്ളിലുള്ള ആ ഒരു ഇമോഷൻ നമ്മളെ അനുഭവിപ്പിക്കുന്ന രീതി ഉണ്ടല്ലോ, അത് വളരെ ഗംഭീരമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ശ്രദ്ധ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ എന്നല്ല പറയേണ്ട, ബയോപിക്ക് തന്നെ ഒരു രക്ഷയില്ല. ഗംഭീരമായിട്ടുള്ള സപ്പോർട്ട്. ഇവരിൽ നിന്നൊക്കെ കവച്ചു വെക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, ഗൗരി ഭയ്യ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആളെ എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ ആള് സ്ക്രീനിൽ വരുന്ന സമയത്തൊക്കെ ആളുടെ ആ ഒരു ക്യാരക്ടർ ഏറ്റവും വലുതായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഗൗരി ഭയ്യ എന്നുള്ളത്. ഈ ലോകത്ത് എത്ര ആൾക്കാർ ആള് ചെയ്യുന്നത് പോലെ ചെയ്തിട്ടുണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സാണ് ഏറ്റവും വലിയ മനസ്സെന്ന് പറയുന്നത് ഞാൻ കണക്കാക്കുന്നത്. സോ അത്തരത്തിലൊക്കെ ഗംഭീരമായിട്ടുള്ള ക്യാരക്ടറൈസേഷൻസ് ഉള്ള ഒരു സിനിമയാണ്. സിനിമ എന്നല്ല, ഞാൻ വീണ്ടും പറയുന്നത്, ഒരു റിയാലിറ്റിയാണ്, ബയോപിക്കാണ്. വന്നിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും അത്രയധികം മനസ്സിൽ കൊണ്ടു നടക്കാവുന്ന ക്യാരക്ടേഴ്സ്. എസ്പെഷ്യലി പാണ്ഡെ എന്നൊക്കെ പറയുന്ന ക്യാരക്ടർ കൂട്ടുകാരനായിട്ട് വരുന്നതൊക്കെ, അതുപോലെ തന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്നവരുടെ ഒരു ഗംഭീര മേക്കിംഗ് കൊണ്ട് തന്നെയാണ്. ഇഷ്ടപ്പെട്ട സീക്വൻസുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ഒരുപാട് സീക്വൻസ് ഉണ്ട്. ഈ പാണ്ഡെ എന്ന് പറയുന്ന ആള് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇറക്കി കൊണ്ടുവരുന്ന ഒരു സീനുണ്ട്. അതുപോലെ തന്നെ ഇയാള് മറ്റേ സ്ട്രീറ്റ് ലൈറ്റിന്റെ അടിയിലിരുന്ന് പഠിക്കുന്ന ഒരു സംഭവം. എൻ്റെ അച്ഛൻ അങ്ങനെ പഠിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുള്ളൊരു അറിവൊക്കെ ഉണ്ട്. വളരെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ മരിച്ചു. പക്ഷെ അദ്ദേഹം 10ാം ക്ലാസ് പാസ്സായത് അങ്ങനെയൊക്കെ ഇരുന്ന് പഠിച്ചിട്ടാണെന്നൊക്കെ കേട്ടറിവുണ്ട്. സോ അതൊക്കെ എനിക്കൊരു നൊസ്റ്റാൾജി ആയിരുന്നു. അത് സ്ക്രീനിൽ വരുന്ന സമയത്ത് അച്ഛനെയൊക്കെ ആലോചിച്ചു പോയി. ഇതാണ് ഈ ഒരു എല്ലാ സീനുകളും ഒന്നല്ലെങ്കിൽ ഓരോ തരത്തിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സീക്വൻസുകളുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു ഇന്റർവ്യൂവിൽ ഇദ്ദേഹം കൊടുക്കുന്ന ഓരോ ആൻസേഴ്സ് ഉണ്ട്. അതൊക്കെ ഗംഭീരമായിട്ടുള്ള ഒരു വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള ഡയലോഗുകളും വിഷ്വൽസും എല്ലാം കൊണ്ടും ഗംഭീരമായിട്ടുള്ള. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. UPSC ക്രാക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് ആ ഒരു കഷ്ടപ്പാട് പിടിച്ച ജീവിതത്തിൽ നിന്ന് അദ്ദേഹം ഹെയർ കട്ടൊക്കെ ചെയ്ത് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തി തിരിച്ചു വരുന്നുണ്ട്. അതൊക്കെ ഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കൊടുക്കുന്ന പോലീസ് ഓഫീസറുടെ അടുത്ത് ഞാൻ ആരാണെന്ന് സാറിന് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആ ഒരു പോലീസ് ഓഫീസർ കൊടുക്കുന്ന ഒരു സല്യൂട്ട് ഉണ്ട്. ആ സല്യൂട്ടിന്റെ പവറിലുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു മനോജ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന്റെ വാല്യൂ എന്താണ്, അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ആ ഒരൊറ്റ സല്യൂട്ട് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ശ്രദ്ധ എന്ന് പറയുന്ന ക്യാരക്ടർ എന്ത് മനോഹരമായിട്ടാണ് അവർ ആ ഒരു ജീവിതത്തിൽ ആ ഒരു തോള് കൊടുത്തിട്ടുള്ളതെന്നാണ്. താങ്ങി നിർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഗംഭീരമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്പയർ ചെയ്തുകൊണ്ട് ജീവിക്കുക. അതുപോലെ തന്നെ ഈ ശ്രദ്ധ എന്ന് പറയുന്ന ക്യാരക്ടർ അച്ഛനോടും അമ്മോടും പറയുന്ന 1-2 ഡയലോഗുകളുണ്ട്. അതൊക്കെ ഇൻസ്പിറേഷനാണ് ഇന്നത്തെ പെൺകുട്ടികൾക്കൊക്കെ, പ്രണയിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉള്ള ഒരു ഇൻസ്പിറേഷനാണ്. എങ്ങനെയാണ് നമ്മൾ മാതാപിതാക്കളെ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറയുന്ന രീതി, മാതാപിതാക്കളുടെ ഇമോഷൻസ് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഗംഭീരമായിട്ട് ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുകളും അതുപോലെ തന്നെ എല്ലാ ഭാഗം കൊണ്ടും ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു
വൺ ഓഫ് ദ ഫേവറേറ്റ് സിനിമയാണ് 12th ഫെയിൽ എന്നുള്ള ഈ ഒരു സിനിമ. കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കണ്ടു നോക്കുക. ഭാഷകളൊന്നും ഒരു അതിർവരമ്പുകളായിട്ട് കണക്കാക്കേണ്ടതില്ല. ഈ ഒരു സിനിമയൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം എന്നേ പറയാനുള്ളൂ. കാരണം ഈ ഒരു മനുഷ്യനെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ ദയവായി നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമ കണ്ടു നോക്കുക. ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വെച്ച് കാണാൻ നോക്കുക. ഹിന്ദി അറിയാത്തവർ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഇതൊന്ന് മനസ്സിലാക്കി കാണാൻ ശ്രമിക്കുക. ഇൻസ്പയർഡ് ആവുക, റീസ്റ്റാർട്ട് ചെയ്യുക. ജീവിതം തോറ്റുപോയവരുടെ എന്നല്ല, തോറ്റെടുത്തൊന്ന് റീസ്റ്റാർട്ട് ചെയ്തവരുടെയാണ് ജീവിതം എന്നുള്ളതൊക്കെ പറയുന്ന ഗംഭീര എക്സ്പീരിയൻസ്. ഇതില് നായകനെയൊന്നും ഞാൻ എടുത്തു പറയുന്നൊന്നുമില്ല. ഇതിനു മുമ്പ് വിക്രാന്തിനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മിർസാപൂരിലൊക്കെ ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങൾ തന്നെയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഗൗരി ഭയ്യ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ. ഹാറ്റ്സ് ഓഫ്. കാരണം ആ ഒരു ക്യാരക്ടർ വളരെയധികം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.